വെൽക്കം ബാക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ രാവിലെ തുടരുകയാണ്, വാർത്താ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കോടതി വടിയെടുത്തപ്പോൾ സർക്കാർ തിരുത്തിയ കീം റാങ്ക് പട്ടികയിൽ അടിമുടി മാറ്റം. കേരള സിലബസിൽ പഠിച്ചവർ പിന്നിലായി. ആദ്യ 100 റാങ്കിൽ 79 പേരും CBSE-കാർ. ഒന്നാം റാങ്കിലെത്തിയത് പഴയ പട്ടികയിൽ 5ാം റാങ്കിലുള്ള വിദ്യാർത്ഥി. ഗവർണർ സർക്കാർ പോരിനും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുമിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും നാളെയും കേരളത്തിൽ. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നാളെ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് പൊതുയോഗം. BJP ഭാരവാഹി യോഗത്തിലും പങ്കെടുക്കും. നാളെ മടക്കം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ആഡംബര കാറിൽ കടത്തിയ 72 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. ചേർത്തല സ്വദേശി മനോജും കുടുംബവും കസ്റ്റഡിയിൽ. പണം കൊണ്ടുപോയത് എന്തിനെന്നറിയാൻ ചോദ്യം ചെയ്യൽ തുടരുന്നു. കേരള സർവകലാശാലയിൽ അധികാര സംഘർഷം തുടരുന്നു. VC രജിസ്ട്രാറായി നിയമിച്ച ഡോക്ടർ മിനി കാപ്പന് ഫയൽ ID കൈമാറാതെ ഡോക്ടർ KS അനിൽകുമാർ. നിർദ്ദേശം മറികടന്ന് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ VC. സർവകലാശാല ഭരണം സ്തംഭനത്തിലേക്ക് നീങ്ങുമോ എന്നും ആശങ്ക. പേരുമാറ്റിയ ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പുതുക്കിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ. റീസെൻസറിങ്ങിന് എത്തുന്നത് 2 ഇടങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്ത പതിപ്പ്. അനുമതി ലഭിച്ചാലുടൻ ചിത്രം തിയേറ്ററിൽ എത്തിക്കാമെന്ന പ്രതീക്ഷയിൽ അണിയറ പ്രവർത്തകർ. പെരിന്തൽമണ്ണയിലെ 6 വയസ്സുകാരനെ ഉപദ്രവിച്ച 2ാം അമ്മ പോലീസിനെ പറ്റിച്ച് കടന്നു കളഞ്ഞത് ദൃശ്യം ശൈലിയിൽ. ഫോൺ ഓണാക്കി വെച്ച് മുങ്ങി പ്രതിയായ അധ്യാപിക. ടവർ ലൊക്കേഷൻ നോക്കിയെത്തിയ പോലീസിന് കിട്ടിയത് ഫോൺ മാത്രം. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതോടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 82 മരണം. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ സ്ഥിരം വെടിനിർത്തലാകാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. വിശദമായി കടക്കുകയാണ് നമ്മൾ വാർത്തയിലേക്ക്. കീമിന്റെ പുതിയ റാങ്ക് പട്ടിക തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് മുന്നിലുള്ളത്. അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കീം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കേരള സിലബസിൽ പഠിച്ചവർക്ക് ഉയർന്ന റാങ്കുകൾ നഷ്ടമായി. ആദ്യ 100 റാങ്കിൽ 21 പേർ മാത്രമാണ് കേരള സിലബസിൽ പഠിച്ചവർ. 79 പേർ CBSE സ്ട്രീമിൽ പഠിച്ചവരാണ്. നേരത്തെ ആദ്യ 100 റാങ്കിൽ 43 പേർ ഉൾപ്പെട്ടിരുന്നു. 5ാം റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്കാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 1ാം റാങ്ക്. VV അരുണാണ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഒരു ആത്മവീര്യം, പോരാട്ട വീര്യം ഒക്കെ ഒരുപാട് അങ്ങ് ചോർത്തിക്കളയുന്ന നടപടിയായി പോയി എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. കാരണം 1ാം റാങ്കുകാരൻ 7ാം റാങ്കിലേക്ക് തള്ളപ്പെടുന്നു. 8ാം റാങ്കിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി 150ാം റാങ്കിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ അവർ ഇതിനോടകം തന്നെ ആദ്യ പട്ടിക കണ്ടതിന് ശേഷം മനസ്സിൽ സ്വപ്നം കണ്ട് പദ്ധതിയിട്ട് വെച്ചിരുന്ന ചിലപ്പോൾ കോളേജ് കിട്ടാൻ സാധ്യതയില്ല, ഓപ്ഷൻ കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്. എന്തായാലും സർക്കാർ ഇനി അപ്പീലിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ? ഇനി നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നിയമ പോരാട്ടങ്ങൾക്കുള്ള സാധ്യത വിരളമാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ അവസരങ്ങളാണ്. പ്രത്യേകിച്ചും ഈ റാങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വലിയ രീതിയിലുള്ള മാറ്റം റാങ്കിൽ ഉണ്ടായിരുന്നു. 1ാം റാങ്കുകാരൻ താഴോട്ട് പോയി 5ാം റാങ്കിലേക്ക് താഴെ റാങ്കിലേക്ക് പോയി. പുതിയ പട്ടികയിൽ 7ാമതായി മാറിയിരിക്കും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജോൺ ഷിനോജ് എന്ന 1ാം റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പുതിയ പട്ടികയിൽ 7ാം സ്ഥാനത്താണ് പോയത്. 2ാം സ്ഥാനം ഉണ്ടായിരുന്ന ഹരികിഷൻ എന്തുകൊണ്ട് രണ്ട് പട്ടികയിലും സ്ഥാനത്ത് മാറാതെ ഹരികൃഷ്ണന് സന്തോഷിക്കാം. എന്നാൽ മറ്റു റാങ്കുകാരൊക്കെ 3ാം റാങ്കുകാരൻ
അക്ഷയ് ബിജു പുതിയ പട്ടിക എത്തുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പോകുന്നു. 4ാം സ്ഥാനക്കാരൻ അതേ സ്ഥാനം നിലനിർത്തുന്നു. 5ാം സ്ഥാനത്തായിരുന്ന ജോഷുവ ജേക്കബ് തോമസ് പുതിയ റാങ്ക് പട്ടികയിൽ 1ാമതെത്തുന്നു. അങ്ങനെ ഈ ആദ്യ റാങ്കുകാരിൽ തന്നെ ഫലം മാറി മറിയുന്നു. സ്വാഭാവികമായി താഴെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾ പുറന്തള്ളപ്പെട്ടു, പുതിയ ആളുകൾ കടന്നു വന്നു. കേരള സിലബസുകാർ പൊതുവിൽ താഴേക്ക് പോവുകയും ചെയ്തു, അവർക്ക് അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. അത് ഒഴിവാക്കുക ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഉദ്ദേശ്യം നല്ലതായിരുന്നു. പക്ഷേ സമയം വളരെ വൈകിപ്പോയി. വളരെ നേരത്തെ ചെയ്യേണ്ട ഒരു ജോലി ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് മാറ്റിവെച്ച സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണ് ഈ ഒരു അനിശ്ചിതത്വം ഈ കീം റാങ്ക് പട്ടികയിൽ ഉണ്ടാക്കിയത്. സ്വാഭാവിക വിദ്യാർത്ഥികൾക്ക് അത് വലിയ നഷ്ടമാണ്. അവരുടെ ആദ്യം സൂചിപ്പിച്ചതിന് വളരെ കൃത്യമാണ്. അതായത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നാണ്. പലരും ഈ ഓരോ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞ ആളുകളുണ്ട്. സ്വാഭാവികമായ റാങ്ക് പട്ടികയിൽ ആദ്യം വരുമ്പോൾ വലിയ ആഘോഷങ്ങൾ സ്വാഭാവികമാണ്. കുടുംബത്തിൽ അവർ പഠിച്ച സ്ഥാപനങ്ങളിലുമൊക്കെ അത്തരം ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരൊക്കെ പലരും നിരാശപ്പെടേണ്ടി വന്നു. അവർ ആഗ്രഹിച്ച കോളേജുകളിലേക്ക് ആദ്യ റാങ്കുകാർക്കൊന്നും വലിയ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ താഴോട്ട് പോകുമ്പോൾ അവർ പ്രതീക്ഷിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണമെന്നില്ല. അത്തരം പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയും ആത്മവിശ്വാസക്കുറവും ഉണ്ടാക്കുന്ന നടപടി തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. സർക്കാർ ഉദ്ദേശശുദ്ധിയൊക്കെ ഇപ്പോൾ നല്ലതെന്ന് പറയുമ്പോഴും വലിയൊരു വീഴ്ച, ഗുരുതരമായ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടാവുകയും കോടതി സ്വാഭാവികമായും ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഭാഗം മാത്രമാണ് കേട്ടെന്ന് വേണമെങ്കിൽ വാദിക്കാം. അതായത് ഈ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ താഴോട്ട് പോകുന്നത് ശരിയാണെന്ന ചോദ്യം ഉയരാം. അവർ കോടതിയെ സമീപിച്ചാൽ വീണ്ടും മറ്റൊരു വിധി ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. പക്ഷേ അങ്ങനെ ആരും സമീപിക്കാനിടയില്ല. കാരണം ഈ പ്രവേശന നടപടികൾ അടുത്ത മാസം 14-ന് മുമ്പ് പൂർത്തിയാക്കണം. വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നഷ്ടമാകാതിരിക്കാൻ എത്രയും വേഗം ഈ പ്രവേശനത്തിന്റെ ഭാഗമാവുക എന്ന് മാത്രമാണ് പോംവഴി. സർക്കാരിൻ്റെ നല്ല ഉദ്ദേശം പക്ഷേ വിപരീത ഫലം ചെയ്തു. വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലായി, രക്ഷിതാക്കൾ വലിയ ആശങ്കയിലായി. ഏതായാലും ഇന്നലെ സർക്കാർ ഒരു കാര്യം നല്ലത് ചെയ്തത് വീണ്ടും ഒരു നിയമ പോരാട്ടത്തിന് പോയി സമയം നഷ്ടപ്പെടുത്താതെ, വിദ്യാർത്ഥി അവസ്ഥ നഷ്ടപ്പെടുത്താതെ ആ കോടതി വിധി അംഗീകരിക്കാനുള്ളൊരു മനസ്സ് സർക്കാർ കാണിച്ചത് ഒരു പക്ഷേ ഒരു തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ മെല്ലെപ്പോക്കും സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടും തന്നെയാണ് ഇത്തരമൊരു അനിശ്ചിതത്വത്തിന് വഴിവെച്ചതെന്ന് വ്യക്തമാണ്. അടുത്ത തവണ സ്വാഭാവികമായും സർക്കാരിന് ഒരു വർഷം സമയമുണ്ട്. വേണമെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. പ്രോസ്പെക്ടസിലൊക്കെ അത് ഉൾപ്പെടുത്താനുള്ള അവസരമുണ്ട്. പക്ഷേ ഇത്തവണ സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് വലിയ പിടിപ്പുകേട് തന്നെ പറയേണ്ടി വരും. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ നല്ല ഉദ്ദേശമായിരുന്നു സർക്കാർ ഇത്തരത്തിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ അത് നടപ്പാക്കിയ രീതി പാളിപ്പോയി. കോടതി പ്രതിക്കൂട്ടിൽ നിർത്തിയത് സർക്കാരിനെയാണ്. ആ ഒരു സാഹചര്യം പ്രതിപക്ഷമടക്കം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇതിലൊരു രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ ആയുധമായി എടുത്തുകൊണ്ട് വന്ന് പ്രതിഷേധങ്ങൾക്കുള്ള ഒരു സാഹചര്യം അത് ഒരുങ്ങുന്നുണ്ടോ സംസ്ഥാനത്ത്? പ്രതിപക്ഷം സ്വാഭാവിക വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ പിടിപ്പുകേടിനെ തന്നെയാണ് പ്രതിപക്ഷവും ചോദ്യം ചെയ്തത്. സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം വളരെ നേരത്തെ ഇത് ഈ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട പരിഷ്കരണ കമ്മിറ്റി സർക്കാർ നിർദ്ദേശം കൊടുത്തതാണ് ഇത്തരമൊരു മാറ്റമുണ്ടാകാം. പക്ഷേ വളരെ വേഗത്തിൽ മാറ്റേണ്ടി വന്നാൽ അത് എളുപ്പമല്ല, ഗുണം ചെയ്യില്ല എന്ന നിർദ്ദേശവും നൽകിയത്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് അവസാനവട്ടം ഈ അവസാന മണിക്കൂറുകളിൽ സർക്കാർ ഒരു നീക്കവുമായി മുന്നോട്ട് പോയത്. അതിൻ്റെ തിരിച്ചടി തന്നെയാണ് സർക്കാരിന് ലഭിച്ചത്. പ്രതിപക്ഷം സ്വാഭാവിക വിമർശനം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാട്ടുന്നതിൻ്റെ പേരിൽ സമരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ആ പ്രശ്നം അവിടെ തൽക്കാലത്തേക്കും അവസാനിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ പുതിയ പട്ടിക അനുസരിച്ച് അവരുടെ കോഴ്സുകളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇക്കാര്യം പോകുമെന്ന് ഉറപ്പില്ല. പക്ഷേ പൊതുവിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പിടിപ്പുകേടുകൾ ചോദ്യം ചെയ്യപ്പെടും. അത് പ്രതിപക്ഷം ഇതിനകം ഉയർത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇനി ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടപ്പാക്കുക, ഓഗസ്റ്റ് 14-നകം തന്നെ പ്രവേശന പ്രക്രിയകൾ പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ രാത്രിയോടുകൂടി പുതുക്കിയ റാങ്ക് പട്ടിക സർക്കാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി 10 മണിയോടെ തിരുവനന്തപുരത്തെത്തും. നാളെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്തെ പൊതുയോഗത്തിലും BJP ഭാരവാഹി യോഗത്തിലും പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന അമിത്ഷാ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാത്രിയോടെ ഡൽഹിക്ക് മടങ്ങും.
കേരള സർവകലാശാലയിൽ അധികാര തർക്കവും ഭരണസ്തംഭനവും തുടരുന്നു. വിസിയുടെ നിർദ്ദേശം മറികടന്ന് ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന് ഈ ഫയലുകൾ കൈമാറി. രജിസ്ട്രാറുടെ ചുമതലയിൽ വിസി നിർദ്ദേശിച്ച മിനി കാപ്പന് ഫയൽ ട്രാൻസ്ഫർ ID കൈമാറിയിട്ടുമില്ല. എന്നാൽ അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാനാണ് വിസിയുടെ നിർദ്ദേശം. ഇതോടെ സർവകലാശാല ഭരണം പൂർണ്ണസ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് സർവകലാശാല നേരിടുന്നത് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പ്രതിഷേധങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രവർത്തനം നിശ്ചലമാകുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ പഴയ വിസി വീണ്ടും അദ്ദേഹത്തിന്റെ ചുമതല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പഴയ വിസി അല്ല, ക്ഷമിക്കണം, രജിസ്ട്രാർ അനിൽകുമാർ വീണ്ടും ഇന്നും അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുവാൻ വേണ്ടി ആസ്ഥാനത്തേക്ക് എത്തും. അതിനപ്പുറം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഉത്തരവ് നൽകിയിട്ടുണ്ട് മിനി കാപ്പന് രജിസ്ട്രാർ എന്ന നിലയിൽ അവരുടെ ഡ്യൂട്ടി തുടരാൻ വേണ്ടി. പക്ഷേ ഫയൽ ID അനിൽകുമാർ കൈമാറുന്നില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഭരണ നിർവഹണത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് എന്നതാണ് വാസ്തവം. ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കാം സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? ഇന്നും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ സർവകലാശാല ആസ്ഥാനത്തെ പ്രവർത്തനം പൂർണ്ണ തോതിൽ സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? ആര്യ, മനോഹരമായ ക്യാമ്പസാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേത്. ഈ നഗര മധ്യത്തിലാണെങ്കിൽ പോലും, നഗരത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിലാണെങ്കിൽ പോലും നല്ല വിശാലമായ ക്യാമ്പസ്, വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കാനും അത്യാവശ്യ പഠന പ്രവർത്തനങ്ങൾക്കുമൊക്കെയുള്ള ഇടങ്ങളുമൊക്കെയുള്ള വളരെ സമാധാനപരമായ അന്തരീക്ഷമുള്ളൊരു ക്യാമ്പസായിരുന്നു കേരള സർവകലാശാലയുടെ. പക്ഷേ ഇപ്പോൾ ഈ മനോഹര ക്യാമ്പസിൽ ഇത്തരമൊരു സമാധാനം വരണമെങ്കിൽ ഒന്നുകിൽ 5 മണിക്ക് ശേഷമോ 6 മണിക്ക് ശേഷമോ ഓഫീസ് സമയം കഴിയണം, അല്ലെങ്കിൽ അതിരാവിലെ എത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു സമാധാന അന്തരീക്ഷം ഈ സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള സാഹചര്യം അനുസരിച്ച് ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഇത് എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന ചോദ്യമാണ് അക്ഷരാർത്ഥ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ രംഗത്തുള്ളവരെയും ഒക്കെ അലട്ടുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ 2 ആഴ്ചയായി സർവകലാശാല ആസ്ഥാനം വേദിയാകുന്നു. അത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ഭരണസ്തംഭനത്തിലേക്ക് കേരള സർവകലാശാല മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരാണ് രജിസ്ട്രാർ എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ തീരുമാനമനുസരിച്ച് കെ.എസ്. അനിൽകുമാർ തന്നെയാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ. അദ്ദേഹത്തിന് സസ്പെൻഷൻ കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പിൻവലിച്ചിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ വിസിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങളുമൊന്നും അത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് മിനി കാപ്പന് ചുമതല കൈമാറിക്കഴിഞ്ഞു. മിനി കാപ്പനാണ് സർവകലാശാലയുടെ പുതിയ രജിസ്ട്രാർ. അതിൻ്റെ ഭരണനിർവഹണം നടത്തേണ്ടത് രജിസ്ട്രാറാണ്. അത് പൂർണ്ണമായും മിനി കാപ്പൻ തന്നെ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നു. പക്ഷേ മിനി കാപ്പൻ ഇതുവരെ ആ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അവർക്ക് ഓഫീസിലേക്ക് എത്താൻ ആയിട്ടില്ല. ഈ രജിസ്ട്രാറുടെ ഓഫീസിൽ ഇന്നലെയും എത്തിയത്, എല്ലാ വിലക്കുകളും മറികടന്നുകൊണ്ട് എത്തിയത് അനിൽകുമാറാണ്. അദ്ദേഹത്തിന് ഈ ഫയൽ സംവിധാനത്തിലൂടെയാണ് സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഫയൽ സംവിധാനത്തിലൂടെ ഫയലുകൾ കൈകാര്യം ചെയ്യാനുള്ള അനുമതി അദ്ദേഹത്തിന് VC നൽകിയിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഇടത് അനുകൂല ജീവനക്കാരുടെയും പിന്തുണയോടുകൂടി അനിൽകുമാർ ആ അനുമതി തിരിച്ചു പിടിച്ചു. അദ്ദേഹത്തിന് ഡിജിറ്റൽ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഈ ഫയൽ സംവിധാനവും നോക്കാനുള്ള പെർമിഷൻ അദ്ദേഹം നേടിയെടുത്തു. ഓൺലൈൻ പെർമിഷൻ അദ്ദേഹം നേടിയെടുത്തു. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത്. മറിച്ച് മിനി കാപ്പന് അതിനുള്ള അനുമതി ഇതുവരെയും സർവകലാശാല നൽകിയിട്ടെന്ന് പറയുമ്പോൾ VC അനുമതി നിർദ്ദേശിച്ചെങ്കിലും ജീവനക്കാർ അത് തയ്യാറായിട്ടില്ല. ഇടത് യൂണിയന് വലിയ സ്വാധീനമുള്ള ഒരു സർവകലാശാല കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് തീരുമാനമനുസരിച്ചാണ് ജീവനക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടതാണ് രജിസ്ട്രാർ അനിൽകുമാറിനെ ക്യാമ്പസിൽ പോലും കയറ്റരുതെന്ന് സെക്യൂരിറ്റി ജീവനക്കാർക്ക് VC നിർദ്ദേശം നൽകുമ്പോൾ അതെല്ലാം മറികടന്ന് അദ്ദേഹം ഓഫീസിലെത്തി തന്റെ ചുമതല നിർവഹിക്കുന്നു. അവിടെ VCയുടെ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. അതേ സാഹചര്യം തന്നെയാണ് മിനി കാപ്പൻ്റെ കാര്യത്തിൽ. മിനി കാപ്പൻ ആണ് എല്ലാ ഫയലുകളും കൈകാര്യം ചെയ്യേണ്ടതെന്ന് VC പറയുമ്പോൾ അതിനുള്ള അനുമതി അവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല മിനി കാപ്പന് ഫയലുകൾ കൈമാറേണ്ട എന്ന നിർദ്ദേശം സിൻഡിക്കേറ്റ് ജീവനക്കാർക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷേ അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകളാകട്ടെ നടപടിയില്ലാതെ പോവുകയും ചെയ്യും. കാരണം അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകളിലൊന്നും തീരുമാനമെടുക്കേണ്ട എന്നാണ് VCയുടെ നിർദ്ദേശം. VCയുടെ കൂടെ തീരുമാനം പല കാര്യങ്ങളിലും വേണ്ടിവരും. ആ ഫയലുകൾ മാറ്റിവെക്കാനാണ്
ഡെപ്യൂട്ടി രജിസ്ട്രാർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, ജോയിന്റ് രജിസ്ട്രാർമാർക്ക് VC നൽകിയ നിർദ്ദേശം, അങ്ങനെ അനിൽകുമാർ എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പാകില്ല, അത് മാറ്റിവെക്കും. പക്ഷേ രജിസ്ട്രാറുടെ ചുമതലകൾ നിർവഹിക്കാൻ മിനി കാപ്പന് കഴിയുന്നില്ല. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സർവകലാശാല ഭരണം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നും VC മോഹൻ കുന്നുമൽ സർവകലാശാലയിലേക്ക് എത്തില്ലെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹം കോഴിക്കോട്, അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ VC ആണ്. കേരള സർവകലാശാലയുടെ ചുമതല മാത്രം അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ പ്രവർത്തനം ബന്ധപ്പെട്ട് കോഴിക്കോടാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇന്നും അദ്ദേഹം ഇവിടെ എത്തിയില്ല. അദ്ദേഹം എത്തിയാൽ പ്രതിഷേധിക്കാൻ SFI തയ്യാറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എത്താത്തതുകൊണ്ട് അത്തരം പ്രതിഷേധങ്ങൾ ഒരുപക്ഷേ സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാകേണ്ട സാധ്യത വിരളമാണ്. ഏതായാലും 10 മണിയോടുകൂടി രജിസ്ട്രാർ അനിൽകുമാർ ഇവിടേക്ക് എത്തും. അദ്ദേഹം പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അതിലും ഒരു ആശയക്കുഴപ്പമുണ്ട്. എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എത്ര നാൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകും എന്ന് VC ഇവിടെ എത്തും. ഇതിനപ്പുറത്തേക്ക് VC കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ രാജ്ഭവൻ ചാൻസലറുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് കടുത്ത നടപടിയിലേക്ക് ഗവർണർ നീങ്ങുമോ എന്നും കണ്ടറിയണം. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ഭരണസ്തംഭനം നമ്മൾ ഇന്നലെ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനും ഫീസ് അടയ്ക്കാനും ഒക്കെ വന്ന് പോകുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ ക്യാമ്പസിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആസ്ഥാനത്തിന് അവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ വരവും പോക്കുമൊക്കെ പ്രശ്നമാകുന്നു. സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറം ജീവനക്കാർക്ക് മറ്റ് ജോലികൾ ചെയ്യേണ്ട സാഹചര്യമില്ല. അവർ പൂർണ്ണമായും ഇവിടുത്തെ സമരം കണ്ട് രസിക്കുകയും അതുപോലെ തന്നെ ഫ്രീ ടൈം ആഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ സർവകലാശാല ഭരണം അക്ഷരാർത്ഥ സ്തംഭനാവസ്ഥയിലാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഫയലുകളും പെൻഡിംഗ് ആണ്. എങ്ങനെ ഈ ഭരണസ്തംഭനം മറികടക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയും കൂടിയാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാണ് സർവകലാശാലയുടെ നിയന്ത്രണവും മേൽനോട്ടവും ഒക്കെ. അത്തരമൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ എന്ത് നടപടിയെടുക്കുമെന്ന് കണ്ടറിയണം. ഒരു നടപടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രീയ പോരായി മാറുമ്പോൾ സ്വാഭാവികമായും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്കില്ല. ഗവർണറാകട്ടെ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുമില്ല. അങ്ങനെ കേരള സർവകലാശാല സംസ്ഥാനത്തെ എന്നല്ല രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച കേരള സർവകലാശാല ഇപ്പോൾ പൂർണ്ണമായ ഭരണസ്തംഭനത്തിലേക്ക് പോവുകയാണ് ആര്യ ഓരോ ദിവസവും. തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങളുമായി സർവകലാശാലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അരുൺ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സർവകലാശാലയിൽ ഈ പ്രതിഷേധം ഇത്തരത്തിൽ തുടരുമ്പോഴും രാഷ്ട്രീയപരമായി ഈ പോര് തുടരുമ്പോഴും ഒക്കെ സ്വാഭാവികമായി അവിടെ നിശ്ചലമായി പോകുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പഠന സൗകര്യം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളുടെ നീക്കുപോക്കുകളുമൊക്കെയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഫയലുകളൊന്നും നീങ്ങുന്നില്ല. അത്തരത്തിലൊരു പ്രതിസന്ധി, ഭരണസ്തംഭനം, പൂർണ്ണമായ രീതിയിലുള്ള ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ആശങ്ക. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തുന്നത്. വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ഡയാലിസിസ് തുടരുന്നുണ്ട്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. കഴിഞ്ഞ മാസം 23-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവാദങ്ങൾക്കൊടുവിൽ പേരുമാറ്റിയ ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പുതുക്കിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ പ്രദർശിപ്പിക്കും. സിനിമയുടെ 2 ഇടങ്ങളിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തും കോടതി രംഗത്തിലെ ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്തുമാണ് റീസെൻസറിങ്ങിന് എത്തുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറെ പ്രതിസന്ധികൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ വഴങ്ങിക്കൊടുക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറായതോടുകൂടി കോടതിയുടെ കൂടി ഇടപെടലിൽ എത്രയും പെട്ടെന്ന് ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് സിനിമാ പ്രേമികളും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് റീസെൻസറിംഗ് നടത്തിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീർന്നു, സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് മുന്നിലുള്ളത്, അല്ലേ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇതിന്റെ അണിയറ പ്രവർത്തകർ വഴങ്ങി എന്നതിനപ്പുറത്തേക്ക് സെൻസർ ബോർഡ് വഴങ്ങിയെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ജാനകി എന്ന പേര് മാറ്റിയിട്ടില്ല, ജാനകിക്ക് ഇൻഷ്യൽ കൂടി ചേർത്തു. വിദ്യാധരൻ, ജാനകി വിദ്യാധരൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അതിൽ V എന്ന പേരും കൂടി ചേർത്ത് ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി. അതോടൊപ്പം 96 ഇടങ്ങളിൽ സെൻസർ ബോർഡ് കട്ട് പറഞ്ഞെടുത്ത് തികച്ചും 2 ഇടങ്ങളിൽ മാത്രമാണ് കട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കട്ടല്ല, പകരം മ്യൂട്ടായിരിക്കും
ചെയ്യുക. കാരണം അതിൻ്റെ ഡബ്ബിംഗ് ഒക്കെ ചെയ്ത് വീണ്ടും വരുന്നതിന്, പേര് മാറ്റുന്നതിനൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒപ്പം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അങ്ങനെ സെൻസർ ബോർഡ് വേണമെങ്കിൽ ഹൈക്കോടതി കൂടി സിനിമ കണ്ട സാഹചര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ തയ്യാറായി എന്ന് വേണം നമുക്ക് പറയാൻ. ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾക്കിടയിലൊക്കെ കോടതിയിൽ പ്രധാനമായും ഓരോ ഈ സെൻസർ ബോർഡ് ഉയർത്തുന്ന വാദങ്ങൾക്കൊക്കെ കോടതിയുടെ മറുപടി, അത് താൻ സിനിമ കണ്ടതാണല്ലോ, അങ്ങനെ തോന്നിയില്ലല്ലോ എന്നുള്ള മറുപടിയൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഈ സെൻസർ ബോർഡിനെ കുഴപ്പിച്ചു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് നിർമ്മാതാക്കൾക്ക് വലിയ അനുകൂലമായിട്ടുള്ള കാര്യമായി തന്നെ വന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ ജാനകി ഉടനെ തന്നെ തിയേറ്ററുകളിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി തന്നെ ഇതിൻ്റെ റീസെൻസറിങ് എല്ലാം പൂർത്തിയായി, കട്ടൊക്കെ മാറ്റി 2 ഇടങ്ങളിലാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. അത് കോടതി മുറിയിൽ ജാനകിയെ വിസ്തരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ചിലയിടങ്ങളിൽ മ്യൂട്ട് ചെയ്യുകയും ജാനകി എന്ന് പരാമർശിക്കുന്ന 2 ഇടങ്ങളിലും മ്യൂട്ട് ചെയ്തുമാണ് ഇപ്പോൾ ഈ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പുതിയ പതിപ്പ് കിട്ടിയാൽ 3 ദിവസത്തിനുള്ളിൽ സെൻസർ ബോർഡ് അംഗീകാര സർട്ടിഫിക്കറ്റ് നൽകുമെന്നായിരുന്നു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സമർപ്പിച്ച സാഹചര്യത്തിൽ 2 ദിവസം, വെള്ളിയാഴ്ചയോടുകൂടി ഒക്കെ ഈ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനുശേഷം അടുത്ത അനുകൂലമായിട്ടുള്ളൊരു തീയതി കിട്ടിയാൽ മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച ആകാനായിരിക്കും സാധ്യത. തിയേറ്ററുകളിലേക്ക് ചിത്രമെത്തും. അപ്പോഴും അണിയറ പ്രവർത്തകരുടെ ചെറിയൊരു ആശങ്ക എന്ന് പറയുന്നത്, ഈ തിയേറ്ററിൽ നമ്മൾ അത്രയും സിനിമയെ ഇൻവോൾവ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മ്യൂട്ട് വരുന്ന ഭാഗത്ത് ആളുകൾക്ക് ചെറിയൊരു അരോചകം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രേക്ഷകർക്കറിയാം, അല്ലെങ്കിൽ സിനിമയെ പ്രേമിക്കുന്നവർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് ആ മ്യൂട്ട് ചെയ്യുന്ന ഭാഗത്ത് ആളുകൾ തന്നെ അത് ജാനകിയാണ് ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിനിമ കാണും, വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് അവരുടെ അണിയറ പ്രവർത്തകരുടെ ഒക്കെ പ്രതീക്ഷയും. അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് JSK എന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും നമ്മൾ സംവിധായകനെ കാണുമ്പോഴും അദ്ദേഹം പറയുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം സിനിമാ സംഘടനകൾ തുടങ്ങിക്കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ലഭിക്കാതെ ഇതിൽ നിന്നും പിന്മാറുകയില്ല. ഇന്നിപ്പോൾ ഒരു സിനിമയ്ക്കുണ്ടായ അനുഭവം, കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയ ശേഷമാണ് സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ വീണ്ടും ഒരു സിനിമയ്ക്ക് കൂടി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം നൽകണം. ഇതിൻ്റെ സിനിമാ സംഘടനകൾക്ക് അല്ലെങ്കിൽ സിനിമാ സംവിധായകർക്കടക്കം എന്തൊക്കെ പാടില്ല ഒരു സിനിമയിൽ, എന്തൊക്കെ ആകാം എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിയാൽ മാത്രമേ വിവാദങ്ങളെല്ലാം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇനി സിനിമ എടുക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം. ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ പേരുപയോഗിക്കണം, സിനിമയുടെ പേര് എങ്ങനെയായിരിക്കണം, അതിലെ കഥാപശ്ചാത്തലം എങ്ങനെയൊക്കെ വരണം എന്നുള്ളത് ഒരു കൂട്ടം ആളുകളാണ് നിശ്ചയിക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിവാദങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നതുകൂടിയാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായും ആര്യ, കോടതിയിൽ പോലും സെൻസർ ബോർഡ് ഉയർത്തിയ ഒരു വാദം, അതായത് ജാനകി എന്ന പെൺകുട്ടിയെ ക്രോസ് വിസ്താരം ചെയ്യുന്ന പ്രതിഭാഗം വക്കീല് അത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ആളുടെ പേരാണ്, അതെങ്ങനെ സാധിക്കുമെന്ന് സെൻസർ ബോർഡിൻ്റെയൊക്കെ വാദം അതെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ജാനകി എന്ന ആ സിനിമ 2018 എൻ്റെ ഓർമ്മ 2018 തോന്നുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു വിക്റ്റിമാകുകയും ഒരു പീഡനത്തിന് ഇരയാകുകയും പിന്നീട് അവൾ നീതി തേടി കോടതിയിലേക്ക് പോകുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാകുന്നതല്ല, അവൾ കോടതിയിലെത്തുമ്പോൾ അവളെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് അന്യമതത്തിൽപ്പെട്ട ഒരു നാമത്തിലുള്ള ഒരു വക്കീലാണെന്നുള്ളതാണ് സെൻസർ ബോർഡിനെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഇതൊക്കെ എത്രയും ബാലിശമായിട്ടുള്ളൊരു വാദമാണെന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ, സിനിമാ സംഘടനകളുടെ അഭിഭാഷകൻ പോലും കോടതിയിൽ വാദിച്ചത്. അങ്ങനെ സെൻസർ
സെൻസർ ബോർഡ് ഇത്തരത്തിലുള്ള ഒരു മതസ്പർദ്ധ ഉണ്ടാകും, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഇത് ഒഴിവാക്കണം, കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം വേണം. എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നീ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ സെൻസർ ബോർഡ് വ്യക്തമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്നും പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. ഈ ജാനകിക്ക് വേണ്ടി പിന്തുണയുമായി സിനിമയിലെ എല്ലാ സംഘടനകളിലെ ആളുകളും ഒന്നിച്ചെത്തി. നാളെ ഈ പ്രവീൺ നാരായണൻ എന്ന സംവിധായകന് സംഭവിച്ചതുപോലെ നാളെ എല്ലാ സംവിധായകന്മാർക്കും സംഭവിക്കാമെന്ന രീതിയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. അത് സിനിമാ സംഘടനകളുടെ കാര്യമല്ല, എല്ലാ രീതിയിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഇത്തരത്തിലുള്ള കടന്നുകയറ്റത്തെ ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാടും. ഇന്നലെ മന്ത്രി ശിവൻകുട്ടി പോലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വി ശിവൻകുട്ടി എന്ന് ഇട്ടുകൊണ്ട് അത് വലിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ചെയ്ത അല്ലെങ്കിൽ വൈറലായ ഒരു കാര്യം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റും. അങ്ങനെ എല്ലാ രാഷ്ട്രീയമായിക്കോട്ടെ എല്ലാ മേഖലകളിൽ നിന്നും ഈ സിനിമാ സംഘടനയ്ക്ക് പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ആ ധൈര്യത്തിൽ തന്നെയാണ് ജാനകിയുടെ നീതി ലഭിക്കുന്നത് വരെ കോടതിയിലെ ഏതറ്റം വരെ പോകുമെന്ന നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ സിനിമാ സംഘടനകളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു രീതിയെ അവർക്ക് വലിയൊരു പിന്തുണ ലഭിച്ചത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സിനിമാ സംഘടനകളും ഒക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഉടനെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. അത് എന്നാണ് ഡേറ്റ് എന്നുള്ളത് നമുക്ക് ഇന്ന് ഏകദേശം വൈകിട്ടോട് കൂടി മനസ്സിലാകും. ആര്യ, എന്തായാലും ചിത്രം എത്താൻ നമുക്ക് കാത്തിരിക്കാം. നവമി, വാർത്ത പറഞ്ഞതിന് ശേഷം പറയാമെന്ന് കരുതി മാറ്റി വെച്ചതാണ്. ഹാപ്പി ആനിവേഴ്സറി. സർപ്രൈസ് ആയില്ലേ? താങ്ക് യു ആര്യ, താങ്ക് യു. എന്താണ് ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകത, സ്പെഷ്യൽ എന്താണ്? സർപ്രൈസ് ആയി. ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകതയൊന്നുമില്ല. ഇന്ന് അങ്ങനെ വിജയകരമായി 5ാമത്തെ വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഹസ്ബൻഡിന് ജോലിയുണ്ട്, അതുപോലെ അവരുടെ ഒരു ഓഫീസിൽ നിന്ന് ഒരു ടീം ഔട്ടിങ് പോകുന്നു. അപ്പോൾ ആള് ടീം ഔട്ടിങ്ങിന് പോകുന്നു, ഞാൻ പതിവ് പോലെ ഓഫീസിലെത്തി. അത് ശരി. അപ്പൊ രണ്ടുപേരും 2 ഔദ്യോഗിക തലത്തിൽ ഇന്നത്തെ ദിവസവും കൊണ്ടുപോവുകയാണ് അല്ലേ? അപ്പൊ എന്തായാലും നവമിക്ക് ഇവിടുന്ന് ഭയങ്കര എല്ലാവരും ഇങ്ങനെ ആശംസകൾ അറിയിക്കണം എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഡെസ്കിൽ നിന്നൊക്കെ ആശംസാ പ്രവാഹമാണ്. എൽദോപ്പോൾ പുതുശ്ശേരി ആശംസകൾ അറിയിക്കുന്നുണ്ട്, മിഥുൻ MG ആശംസകൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടം വിഷസ് ഉണ്ട് എനിക്ക് പറയാൻ. എല്ലാവർക്കും താങ്ക് യു. എൽദോ ചേട്ടനും മിഥുനും ഡെസ്കിലിരിക്കുന്ന എല്ലാവർക്കും PCR-ലുള്ള എല്ലാവർക്കും താങ്ക് യു. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വിഷൊക്കെ പറഞ്ഞല്ലേ രാവിലെ. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ട്രീറ്റ് തരും? അവിടെ നിന്ന് അയച്ചാൽ മതി, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാമല്ലോ. തീർച്ചയായും ആര്യയുടെ ഗൂഗിൾ പേ വഴി ഞാൻ എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. ഉറപ്പാണല്ലോ. ഞങ്ങൾക്ക് സന്തോഷമായി. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങളെ ഈ മനോഹരമായ വാർത്ത അറിയിച്ചത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം ക്യാമറാമാൻ KP അഭിലാഷ്, ക്ഷമിക്കണം സോറി, KP ധനേഷാണ്. പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ധനേഷ്, സന്തോഷായില്ലേ? എനിക്ക് അപ്പോഴേ തോന്നി, ഞാൻ രാവിലെ വന്നപ്പോ തന്നെ ഇങ്ങനെ ധനേഷ് ചേട്ടനോട് പറഞ്ഞു. സന്തോഷമായി, വളരെയധികം സന്തോഷമായി. ഇതിന്റെ സന്തോഷം ധനേഷ് ചേട്ടനും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ശരി, ഹസ്ബൻഡ് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ ഈ 5th ആനിവേഴ്സറി അടിച്ചു പൊളിക്കുക കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി ആനിവേഴ്സറി വിഷസ്. പിന്നെ കാണാം. ബൈ. താങ്ക് യു ആര്യ, താങ്ക് യു. അപ്പോൾ നവമി ദിനേശാണ് JSK വാർത്തയുടെ പുതിയ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ പുതിയ നിപ്പ കേസുകൾ ഇല്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത നമുക്ക് മുന്നിലുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി, ജില്ലയിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ചു. നിപ്പ ബാധിച്ച പാലക്കാട് സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. CV അനുമോദ് ഉണ്ട് നമുക്കൊപ്പം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. വലിയ ആശ്വാസം നൽകുന്ന വാർത്തകളാണ് നിപ്പയുമായി ബന്ധപ്പെട്ട്. ആശങ്കയെല്ലാം അകലുന്നു അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. നിപയുടെ ആശങ്ക മലപ്പുറം ജില്ലയിൽ നിന്ന് അകലുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ
മക്കരപ്പറമ്പ്, കുറുവ, മങ്കട പഞ്ചായത്തുകളിലൊക്കെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതായിട്ടാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസങ്ങളിൽ മറ്റാർക്കും തന്നെ നിപ്പ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് നിപ്പ ഭീതി ആശങ്ക ജില്ലയിൽ നിന്ന് അകന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മലപ്പുറം ജില്ലയിൽ 203 പേരും, കോഴിക്കോട് 116 പേരും, പാലക്കാട് 178 പേരും, എറണാകുളത്ത് 2 പേരും, അങ്ങനെ ആകെ 499 പേർ ഈ 2 ജില്ലകളിലും ഈ 4 ജില്ലകളിലും സമ്പർക്ക പട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജാഗ്രത തുടരുന്നുണ്ട്. 11 പേർ ചികിത്സ മലപ്പുറത്ത് തേടിയിട്ടുണ്ട്. 2 പേർ ICUവിലാണ്. ഇവർക്കൊന്നും തന്നെ നിപ്പയല്ല, പകരം പനിയും അതുപോലെയുള്ള രോഗലക്ഷണങ്ങളൊക്കെയാണുള്ളത്. 56 പേരുടെ സാമ്പിളുകൾ മലപ്പുറം ജില്ലയിൽ ഇതുവരെ നെഗറ്റീവായിട്ടുമുണ്ട്. ആരും തന്നെ പോസിറ്റീവായിട്ടില്ല. 56 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുമുണ്ട്. അത്തരത്തിൽ മലപ്പുറത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യം തന്നെ നിപ്പയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാലക്കാട് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. പാലക്കാട് കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. തച്ചനാട്ടുകരയിലെ 7-ാം വാർഡ് പഞ്ചായത്തിലെ 7-ാം വാർഡ്, 8-ാം വാർഡ്, 9-ാം വാർഡ്, 11-ാം വാർഡ്, കരിമ്പുഴ പഞ്ചായത്തിലെ 17-ാം വാർഡ്, 18-ാം വാർഡ്, അങ്ങനെ 5 വാർഡുകളിൽ പാലക്കാട് ജില്ലയിൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ 5 പേർ ഐസൊലേഷനിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 178 പേർ പാലക്കാട് സമ്പർക്ക പട്ടികയിലുണ്ട്. പക്ഷേ ആർക്കും തന്നെ രോഗബാധ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളോ അത്തരം സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് പാലക്കാടിനെ സംബന്ധിച്ചും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഈ നിപ്പ ബാധിച്ച 38-കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ നിപ്പയെ പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ അവരുടെ സന്ദർശനം തുടരുകയാണ്. ഇന്ന് പാലക്കാട് ജില്ലയിൽ തച്ചനാട്ടുകര എത്തി ഈ 38-കാരിയുടെ മേഖലയിൽ വവ്വാലുകളെ അവർ നിരീക്ഷിക്കും. വവ്വാലുകളെ പിടികൂടി അവയുടെ ശരീരത്തിൽ നിന്ന് സ്രവവും രക്തവും പരിശോധനയ്ക്കായി ശേഖരിക്കാനുള്ള നടപടികൾ ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ നിപ പടരാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുള്ള നടപടികളും കേന്ദ്ര സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നുണ്ട്. എന്നാണെങ്കിലും നിപയിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത് മലപ്പുറം ജില്ലയ്ക്ക് ആശ്വാസം നൽകുന്നു. പക്ഷേ പാലക്കാട് ജില്ലയിൽ ജാഗ്രത അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആര്യ. യെസ്, CV അനുമോദാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പയുടെ ആശങ്ക അകലുന്നു എന്നതാണ് ആശ്വാസകരം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിതനായ 6 വയസ്സുകാരനെ ഉപദ്രവിച്ച രണ്ടാനമ്മ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നത് ദൃശ്യം ശൈലിയിലാണ്. മൊബൈൽ ഫോൺ ഓൺ ചെയ്തു വെച്ച് മറ്റെവിടേക്കെങ്കിലും മുങ്ങുകയാണ് രീതി. ടവർ ലൊക്കേഷൻ നോക്കി സ്ഥലത്തെത്തുന്ന പോലീസിന് ലഭിക്കുക ഫോൺ മാത്രമാകും. BNS, ഭിന്നശേഷി നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ഇവർ മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഇന്നലെ തന്നെ നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിക്രൂരമായ നടപടികളായിരുന്നു ഈ രണ്ടാനമ്മയുടെ ഭാഗത്ത് നിന്ന് ആ ഓട്ടിസം ബാധിതനായ കുഞ്ഞിന് ഏൽക്കേണ്ടി വന്നത്. അതിക്രൂരമായി ഉപദ്രവിച്ചു, പട്ടിണിക്കിട്ടു. ഇപ്പോൾ ഇതാ പോലീസിനെ കബളിപ്പിച്ച് നിരന്തരം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ രീതിയിലാണല്ലോ ഈ അധ്യാപിക പെരുമാറുന്നത്. അത്യധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു 6 വയസ്സുകാരനായ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമം അല്ലെങ്കിൽ ഉപദ്രവം എന്നുള്ളത്. ഒരു അമ്മ രണ്ടാനമ്മ എന്നതിനപ്പുറം അവരൊരു അധ്യാപിക കൂടിയാണ്. ഒരുപാട് കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കണ്ട് അവരെ സ്നേഹിക്കേണ്ട ആളാണ്, അവരോട് അങ്ങനെ പെരുമാറേണ്ട ആളാണ്. അത്തരം ഒരാളിൽ നിന്നാണ് ഈ ഒരു അതിക്രൂരമായ പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളത് ആരുടെയും മനസ്സിനെ അല്പം ഒന്ന് ഉലയ്ക്കുന്ന കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ അന്വേഷണ സംഘത്തോടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവർ അതിവിദഗ്ധമായിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഒരുപക്ഷെ നിയമോപദേശം ലഭിച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഈ എങ്ങനെ കബളിപ്പിക്കണമെന്ന കൃത്യമായി അറിയുന്ന ആരെങ്കിലും അവർക്ക് പിന്നിൽ ഉണ്ടായിരിക്കണം എന്ന് വേണം. പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പലപ്പോഴും ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ടവർ ലൊക്കേഷൻ കാണിക്കുമ്പോൾ അത് കൃത്യമായി പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഇവരുടെ ടവർ ലൊക്കേഷൻ നോക്കി വരുമ്പോൾ അവിടെ കാണുക ഇവരുടെ ഓൺ ചെയ്തു വെച്ച മൊബൈൽ ഫോണാണ്. സ്വാഭാവികമായിട്ട് അവരെ പിടികൂടാൻ കഴിയുകയില്ല. അവരുടെ ബന്ധുക്കളുടെ എല്ലാം വീടുകളിൽ ഇതിനോടകം പിന്നെ പോലീസ് തെരച്ചിൽ നടത്തി കഴിഞ്ഞു. അവിടെ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ചിലരുടെ സഹായം ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. വലിയ ആസൂത്രണത്തോടെ വളരെ വിദഗ്ധമായിട്ട് പോലീസിനെ കബളിപ്പിക്കുകയാണ് ഈ ഉമൈറ എന്ന അധ്യാപിക. ഒപ്പം തന്നെ ഇവരെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. സെഷൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി അവർ നൽകിയിട്ടുണ്ട്. പോലീസ് തന്നെ എതിർത്തുകൊണ്ട്, അതായത് ഒരു അധ്യാപിക എന്ന നിലയിൽ പ്രത്യേക പരിഗണന
ലഭിക്കേണ്ട കുട്ടിക്ക് അവരുടെ എല്ലാ ഉത്തരവാദിത്വവും നിയമപരമായിട്ട് നിർവഹിക്കാൻ ചുമതലപ്പെട്ട ഒരാളെന്ന നിലയിൽ, രണ്ടാനമ്മ എന്നതിനപ്പുറം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ അവർ ചെയ്തത് ഒരിക്കലും ഒരു കുഞ്ഞിനോടും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ BNS പ്രകാരവും ഭിന്നശേഷി നിയമപ്രകാരവും അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അവരെ പിടികൂടിയാൽ റിമാൻഡ് ചെയ്യും. ജാമ്യമില്ലാ കുറ്റങ്ങളാണ് അവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. കാരണം മാതൃകയാകുന്ന ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും വേണ്ടത്. അത്രമാത്രം വലിയ ക്രൂരതയാണ് ആ ഒരു കുഞ്ഞ്, സംസാരശേഷിയില്ലാത്ത ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞ് ഇതിനോടകം അനുഭവിച്ചിട്ടുള്ളതെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ചുമതലയിലുള്ളവർ എല്ലാവിധ നടപടികളും നിർവഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവരെ പിടികൂടാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം അവർ കൃത്യമായിട്ട് മുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഏറെ വൈകാതെ അവരെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ഒരാളും ഇത്തരത്തിൽ ചെയ്യാത്ത തരത്തിലൊരു മാതൃകയാവുന്ന നടപടി ഇക്കാര്യത്തിൽ അധികൃതർ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതാണ് കാര്യം. എന്തായാലും ഈ രണ്ടാനമ്മ എന്നുള്ള ലേബലും അധ്യാപിക എന്നുള്ള ലേബലും ഒക്കെ മാറ്റിവെച്ചാൽ പോലും മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ഒരു കുഞ്ഞിനോടും ഒരു മനുഷ്യരോടും ഒരു മൃഗത്തോടും ആരോടും ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഈ ഉമേറ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് എന്ന് എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ അർഹിക്കപ്പെടുന്ന ശിക്ഷ അത് ലഭിക്കണം എന്നുള്ളതാണ് മനസാക്ഷിയുള്ള ഓരോ മനുഷ്യന്റെയും ആഗ്രഹം. മറ്റൊരു വാർത്ത നമ്മളെ ഇന്നലെ ഞെട്ടിച്ചത് വന്നത് ആലപ്പുഴയിൽ നിന്നാണ്. സമാനമായ രീതിയിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചതാണ്. പക്ഷേ അവിടെ സ്വന്തം അമ്മയാണ് ഈ കണ്ണില്ലാത്ത ക്രൂരത കുഞ്ഞിനോട് കാണിച്ചത്. ആലപ്പുഴ ചേർത്തലയിൽ 5 വയസ്സുകാരന് അമ്മയുടെ ക്രൂര പീഡനമെന്നാണ് പരാതി. കുഞ്ഞിന്റെ മുഖം അടിയേറ്റ് മുറിഞ്ഞു, കഴുത്തിലും മുറിവുണ്ട്. അമ്മ കഴുത്ത് ഞെരിച്ചെന്ന് കുഞ്ഞ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനു മുൻപ് കുട്ടിയെ രണ്ടാനച്ഛൻ മർദ്ദിച്ചതിൽ പോലീസ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ മെയ് 24-ാണ് ഈ 6 വയസ്സുകാരൻ നൊമ്പരമായി നമുക്ക് മുന്നിലേക്ക് വന്നത്. അമ്മയുടെ ആൺ സുഹൃത്തിനാൽ ക്രൂരമർദ്ദനമേൽക്കുന്നുവെന്ന വിവരം സ്കൂൾ PTA അധികൃതരോടാണ് അവൻ തുറന്നു പറഞ്ഞത്. PTA നൽകിയ പരാതിയിൽ ചേർത്തല പോലീസ് ഇടുക്കി സ്വദേശിയായ ജെയ്സണെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അമ്മയിൽ നിന്നും അമ്മുമ്മയിൽ നിന്നും വീണ്ടും മർദ്ദനമേൽക്കുന്നുവെന്ന് മുറിവേറ്റ മുഖവുമായി കുഞ്ഞ് തുറന്നു പറയുന്നു. കുഞ്ഞിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച എന്തിനാ അമ്മ? എന്തിനു വേണ്ടിയായിരുന്നു? വെറുതെ ഞെരിച്ചോ? ആന്റി കാണിച്ച കഴുത്ത് എവിടെ നോക്കട്ടെ ആന്റി? മുറിഞ്ഞല്ലോ കഷി. എന്താ പറഞ്ഞത് കുഞ്ഞിനെ? എന്ത് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് മുറിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് പറയും. എന്തോ പറഞ്ഞ? ഇങ്ങനെ മാന്തിയോ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടാ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത്? മോന്റെ ഈ കഴുത്തേലും ഇവിടത്തേക്ക് പാടെ മുറിവ് എങ്ങനെ സംഭവിച്ചതാ? കഴുത്തിലെ പാടം കഴുത്തിന് കുത്തി പിടിച്ചല്ലേ? ഈ ഇവിടുത്തെ പാടം എങ്ങനെ സംഭവിച്ചത് പറഞ്ഞേ? ചേർത്തല നഗരസഭയിൽ 13-ാം വാർഡ് സ്വദേശിനിയാണ് അമ്മ. ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുമ്പോൾ അടുത്തുള്ള കടയിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. കടയിലുണ്ടായിരുന്ന സ്ത്രീയോടാണ് കുട്ടി കാര്യങ്ങൾ പറഞ്ഞത്. അവർ PTA പ്രസിഡന്റ് ദിനൂപിനെ വീണ്ടും വിവരമറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് യാദൃശ്ചികമായി കുട്ടിയെ കാണാൻ ഇടവരുന്നു. അപ്പോൾ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് കുട്ടിയുടെ കവളത്തും അതേപോലെ കഴുത്തിനും ഒക്കെ മുറിപ്പാട് ശ്രദ്ധയപ്പെട്ടത്. ആദ്യത്തെ തവണ ചോദിച്ചപ്പോൾ അമ്മ ഉപദ്രവിക്കുന്നതാണ് കുട്ടി പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ചോദിച്ചപ്പോൾ അമ്മയും അമ്മൂമ്മയും ചേർന്ന് കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുന്നതാണ് കുട്ടി പറയുന്നത്. കുട്ടിയുടെ കവളത്ത് ഉള്ള പാട് അമ്മ സ്കെയിൽ കൊണ്ട് അടിച്ചാണെന്ന് പറഞ്ഞു. ചൈൽഡ് ലൈൻ പ്രവർത്തകരും മർദ്ദന വിവരം സ്ഥിരീകരിച്ചു. കടുത്ത മദ്യപാനിയായ രണ്ടാനച്ഛൻ കുട്ടിയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലിരിക്കെ ജയിലിൽ വെച്ച് മരിച്ചിരുന്നു. അതേ തുടർന്നുള്ള പകമൂലമാണ് അമ്മയും അമ്മുമ്മയും ചേർന്ന് വീണ്ടും കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. അങ്ങനെ കാരുണ്യം പറ്റിയ മനസ്സുള്ള കുറേ മനുഷ്യർ കൂടി നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നതാണ് നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തുന്നത്. ആ കുഞ്ഞിൻ്റെ കണ്ണുനീര് അവസ്ഥ ഒക്കെ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? എന്തായാലും കുഞ്ഞിൻ്റെ സംരക്ഷണം ചൈൽഡ് ലൈൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്.
എറണാകുളം കോതമംഗലത്ത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇന്നലെ വൈകിട്ട് പ്ലാമുടി കർണൂർ റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അനിലിന് നേരെ കാട്ടാന പാഞ്ഞടുക്കുകയും ബൈക്ക് തട്ടിത്തെറിപ്പിക്കുകയുമായിരുന്നു. അനിൽ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗാസയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ തീരുമാനം വൈകും. ഹമാസ് ആയുധം താഴെ വെച്ചാൽ മാത്രം യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. ഇതോടെ 5 ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന ഗാസ വെടിനിർത്തൽ ചർച്ച വഴിമുട്ടി. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പിലാണ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെയാണ് കേട്ടത്, ആശ്വാസത്തോടെയാണ് കേട്ടത് ഈ വെടിനിർത്തൽ കരാറിന്റെ പ്രഖ്യാപനം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ. അതിനോട് അനുകൂലമായ തീരുമാനം ആദ്യം തന്നെ ഇസ്രയേൽ അറിയിച്ചു. പിന്നാലെ ഹമാസും സഹകരണത്തിന് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനവുമായിട്ട് രംഗത്തേക്ക് എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ചെറിയ തോതിലെങ്കിലും ഒരു നിലപാട് മാറ്റം. ഇത് പക്ഷേ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയായിരുന്നു പൂർണ്ണമായ നിരായുധീകരണം ഹമാസിൻ്റേത്, എന്നാൽ മാത്രമേ ഈ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ വിഷയം ഇനി ഉയർത്തിക്കൊണ്ടുവരും, ഈ നിലപാട് ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളത് പ്രതീക്ഷിച്ചതാണോ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും സമാധാനം പുലരാൻ ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 5 ദിവസമായി ദോഹയിൽ തുടരുന്ന ചർച്ച എങ്ങും എത്താതെ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നും ഈ ഒരു ചർച്ച തുടരുമെന്ന് തന്നെയാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം അടുത്ത ആഴ്ചയോടുകൂടി ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരുവരും എത്താനുള്ളൊരു സാധ്യത വീണ്ടും അമേരിക്ക തന്നെ നൽകുകയും ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. കാരണം നേരത്തെ ഹമാസിനോടൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇത് ഈ ഒരു കരാറിനോട് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളോട് പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെടുത്തിയിരുന്നു. അതിനനുസരിച്ച് അവർ ഈ ബന്ദികളെ കൈമാറാം തുടങ്ങിയ കാര്യങ്ങൾക്ക് ചർച്ചയാകാമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ദോഹയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടുന്നതുമായ വ്യവസ്ഥകൾ പാലിക്കാൻ ഇരു ടീമുകളും സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിൽക്ക് ശേഷം പിന്നീട് അദ്ദേഹം അവിടെ എന്താണ് കൂടിക്കാഴ്ചയിൽ നടന്നത്, അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ചകൾ നടന്നു തുടങ്ങിയ ചോദ്യങ്ങളോടൊക്കെ അദ്ദേഹം മറുപടി പറയാതെ മൗനം പാലിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ മുന്നോട്ട് വെച്ച അതേ നിലപാട്, അതായത് നേരത്തെ ഹമാസ് ആയുധം താഴെ വെച്ചാൽ മാത്രമേ തങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന നിലപാട് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിരുന്നു. അതായത് ബന്ദി കൈമാറ്റം ആകാമെങ്കിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാം തുടങ്ങിയ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു ഇസ്രായേൽ നേരത്തെ അറിയിച്ചതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഹമാസ് ആയുധം താഴെ വെച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കൂ, അല്ലെങ്കിൽ അത്തരം തീരുമാനത്തിലേക്ക് പോകൂ എന്നുള്ള കടുത്ത തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ ഇസ്രായേൽ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു മധ്യസ്ഥ ചർച്ചയിൽ വലിയ രീതിയിൽ വഴിമുട്ടി പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഹമാസ് ഇതിനോട് ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ഹമാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഹമാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരും ഒരു ഉറച്ച നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു. അതായത് ഇസ്രായേൽ ഇവിടെ നടത്തുന്ന കൂട്ടക്കുരുതികൾ നിർത്തണം, അവർ യുദ്ധം അവസാനിപ്പിക്കണം, എങ്കിൽ മാത്രമേ ചർച്ചകൾക്ക് ഇനി സ്കോപ്പുള്ളൂ എന്ന രീതിയിലായിരുന്നു ഹമാസിന്റെ ആദ്യ പ്രതികരണമൊക്കെ വന്നത്. പിന്നീട് ട്രംപ് ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഹമാസിനെ ഒരു പാഠം പഠിപ്പിക്കുന്ന തരത്തിലേക്ക് പോകും, അങ്ങനെ ഒരു വെല്ലുവിളി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിൽ എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഹമാസും ഇതിനോട് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അതേസമയം ഹൂതികളുടെ അറ്റാക്ക് അത് വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്.
പല ഈ ചെങ്കടലിൽ പല കപ്പൽ കേന്ദ്രീകരിച്ചും ഹൂതികളുടെ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഇന്നലെയും സമാനമായ രീതിയിൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേലിലേക്ക് യമന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം, ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മധ്യസ്ഥ ചർച്ചയെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന സാഹചര്യമാണ് ആരെയുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ വലിയ ആക്രമണത്തിൽ 74 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അത് 60,000-ഓട് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ഭീതിജനകമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിരവധി പേർ പട്ടിണിയിലാണ്. കാരണം പ്രധാനമായും ഇവർ ഈ ക്യാമ്പുകളിലേക്ക് നേരെയാണ് ഇത്തരത്തിൽ മിസൈൽ വർഷം ഉണ്ടാകുന്നത്. അവിടെയാണ് കൂടുതൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഈ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത. എന്തായാലും ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്നും ദോഹയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. അടുത്ത ആഴ്ച ട്രംപ് പറഞ്ഞതുപോലെ തന്നെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സമാധാനം അകലെയാണോ എന്ന ആശങ്ക വീണ്ടും ഉടലെടുക്കുന്ന സാഹചര്യം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ആക്സിയം 4 ദൗത്യ സംഘത്തിന്റെ മടക്കയാത്ര ജൂലൈ 14 ആകുമെന്ന് സ്ഥിരീകരിച്ച് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ചിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ശുഭാംശു ശുക്ലയുടെ മടക്കം എന്നാകും എന്നതിനെപ്പറ്റി ISRO ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും തുടക്കത്തിൽ, അതായത് ഇന്നലെയൊക്കെ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നതിനാൽ ശുഭാംശുവിന്റെ മടക്കയാത്ര വൈകുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, 14 തന്നെ തിരികെ വരും എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം നാസയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ക്രൂ മാനേജറായിട്ടുള്ള സ്റ്റീവ് സ്റ്റിച്ച് അദ്ദേഹം മറ്റൊരു ദൗത്യ സംഘത്തിൻ്റെ ജൂലൈ 31 യാത്ര തിരിക്കാനിരിക്കുന്ന മറ്റൊരു ദൗത്യ സംഘത്തിൻ്റെ അറിയിപ്പ് നൽകുന്നതിനായി ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ ആക്സിയം 4 ദൗത്യത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം നൽകുകയുണ്ടായിരുന്നത്. ഇതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് ചില കാലാവസ്ഥാ പ്രതിസന്ധിയും അതുപോലെ തന്നെ മറ്റ് ചില ഡാറ്റ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും മറ്റുമുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം കാരണമാണ് ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിവെച്ചത്. എന്നാൽ 14-ാം തീയതി തന്നെ ഞങ്ങൾ ഡോക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ 31 ക്രൂ 11 ഒരു പുറപ്പെടൽ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം കൂടി ചേർത്ത് പറഞ്ഞത്. എന്നാൽ ഈ ജൂലൈ 14 എന്ന് പറയുന്ന ഡേറ്റ് ഇതിനു മുൻപ് തന്നെ നമുക്ക് ലഭ്യമായിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നത്. അവരുടെ പോളണ്ടിൽ നിന്നുള്ള ഈ ശുഭാംശു ശുക്ലയുടെ യാത്രികനായിട്ടുള്ള സ്ലാവോ സുസ്നാവസ്കി അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര എന്നാകും എന്നുള്ള തരത്തിലുള്ള ചില ചോദ്യങ്ങൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അടുത്ത് അവരുടെ പക്കൽ വന്നിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ജൂലൈ 14 ശേഷമായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വരിക എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ജൂലൈ 14 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് എല്ലാവരും വിരൽ ചൂണ്ടിയിരുന്നത്. എന്നാൽ നാസയുടെ അറിയിപ്പ് അന്നൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ്, വ്യാഴാഴ്ച മാത്രമാണ് ഇത് സംബന്ധിച്ച് ഉള്ള ഒരു അറിയിപ്പ് നാസയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റിച്ചിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ISRO ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ISRO എന്നായിരിക്കും മടങ്ങി വരവ് എന്നതിനെ സംബന്ധിച്ചുള്ള മറ്റ് പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും വാർത്താക്കുറിപ്പോ ഒന്നും തന്നെ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ ദൗത്യ സംഘം പ്രത്യേകിച്ച് ശുഭാംശു ശുക്ല 60ഓളം പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഹാം റേഡിയോ വഴി ISROയിലെ അധികൃതരുമായി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഏതാനും വിദ്യാർത്ഥികളുമായിട്ടും അദ്ദേഹം സംവദിച്ചിരുന്നു. വിദ്യാർത്ഥികളും അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴെല്ലാം ഈ പരീക്ഷണത്തിന്റെ വിശദാംശങ്ങളെല്ലാം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായിരുന്നു. അതെ, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും വിജയകരമായ 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ശുഭാംശുവും സംഘവും മടങ്ങുന്നത് എന്നതും സന്തോഷകരമാണ്. ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ കാർണവർ ജയിൽ മോചിതയാകും. സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, സർക്കാരിന്റെ തീരുമാനം, അതിന് ഗവർണറുടെ കൂടി അംഗീകാരം ലഭിച്ചിരിക്കുന്നു അല്ലേ? ആര്യ, ജനുവരി 22 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഷെറിൻ കാർണവർ ഉൾപ്പെടെ 11 പ്രതികളുടെ ജയിൽ മോചനം 14 വർഷത്തിലേറെ തടവ് അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്ന ശുപാർശ ഗവർണർക്ക് മുന്നിൽ നൽകിയത്. പക്ഷേ ഗവർണർ ആദ്യഘട്ടത്തിൽ അത് അനുവദിച്ചിരുന്നില്ല. വീണ്ടും വിശദീകരണം സർക്കാരിനോട് തേടി. തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ എത്ര ദിവസം ലഭിച്ചിരുന്നു, ജയിലിലെ പെരുമാറ്റം, അവരുടെ
ജയിലിലെ ജീവിതം എങ്ങനെ എന്ന കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് പ്രത്യേക ഒരു പെർഫോമ പൂരിപ്പിച്ച് നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആ പെർഫോമ കൂടി പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ഷിറിൻ കാരണവർക്ക് ജയിൽ മോചനത്തിന് അനുമതി ഗവർണർ നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ശുപാർശ അംഗീകരിക്കുക. ഇതിനൊപ്പം 11 പേരുടെ പട്ടികയാണ് ഗവർണർ അംഗീകരിച്ചത്. ഷിറിൻ കാരണവർ കണ്ണൂർ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവർ അവിടെ നിന്ന് വൈകാതെ ജയിൽ മോചിതയാകും. മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന, ഈ 2 പരിഗണനകൾ ഉള്ളതുകൊണ്ട് പരിഗണന അടിസ്ഥാനമാക്കിയാണ് ഷിറിന് ജയിൽ മോചനം നൽകുന്നതെന്നാണ് രാജ്ഭവൻ, ഈ സർക്കാരിന്റെ ശുപാർശ അംഗീകരിക്കുന്നതാണ് രാജ്ഭവൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിലെ കുടുംബനാഥൻ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. ഭാസ്കര കാരണവരുടെ മരുമകളാണ് ഷെറിൻ കാരണവർ. ഷെറിനും അവരുടെ ചില സുഹൃത്തുക്കളും ചേർന്ന് 1-ാം പ്രതി ഷെറിൻ, 2-ാം പ്രതി കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, 3-ാം പ്രതി ബിനാനിപുരം സ്വദേശി നിതിൻ, 4-ാം പ്രതി ഷാനു റഷീദ്, ഇവർ 4 പേരും ചേർന്ന് ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കേസ്. പല കാലഘട്ടങ്ങളിലായി ഷിറിന് 340 ദിവസത്തെ സാധാരണ പരോളും 92 ദിവസത്തെ അസാധാരണ പരോളും ലഭിച്ചിരുന്നു. വലിയ പരിഗണന ഷിറിന് പലപ്പോഴും ലഭിച്ചിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഷിറിൻ കാരണവർക്കെതിരെ പല കേസുകളും ജയിലിലുള്ള ശേഷവും ഉണ്ടായിട്ടുണ്ടെന്നായിട്ട് പ്രധാനപ്പെട്ട കാര്യം. ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും തടവുകാരെ മർദ്ദിച്ചതിനുമൊക്കെ കേസുണ്ടായിരുന്നു. ഈ ശിക്ഷ വിധിച്ച ശേഷവും, അല്ലെങ്കിൽ ഇളവ് നൽകാൻ സർക്കാർ ശുപാർശ ശേഷവും അവരുടെ പേരിൽ ഒരു കേസ് ജയിലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിൽ നല്ല നടപ്പുള്ളവർക്കാണ് സാധാരണഗതിയിൽ ഈ പരോളിന് അല്ലെങ്കിൽ ഈ ശിക്ഷയാണ് പരിഗണിക്കേണ്ടതെങ്കിലും ഷിറിൻ അതിനൊക്കെ പുറത്തായിരുന്നു. പക്ഷെ അപ്പോഴും അവർക്ക് ശിക്ഷ ഇടവിന് സർക്കാർ ശുപാർശ വലിയ വിവാദമായിരുന്നു. ഒരു മന്ത്രിയുടെ ഇടപെടൽ പിന്നിലുണ്ടെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഷിറിൻ കാരണവരുടെ ജയിൽ മോചനം ഈ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അവരുടെ പേരിലുള്ള മറ്റു കേസുകൾ കൂടി തീർന്ന മുറയ്ക്ക് അവർക്ക് ജയിൽ മോചനത്തിന് അവസരം ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 2009 നടന്ന ഒരു കൊലപാതക കേസിൽ 14 വർഷത്തോളം അവർ ശിക്ഷ അനുഭവിച്ചു സാങ്കേതികം. പക്ഷേ ഏറെ നാൾ അവർ ജയിലിന് പുറത്തായിരുന്നു, പരോളിലായിരുന്നു. അവരുടെ ജയിലിലെ ജീവിത രീതി വലിയ ചോദ്യം ചെയ്യപ്പെട്ടു. ബ്യൂട്ടി പാർലർ പോലും ജയിലിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. പ്രത്യേക പരിഗണന പലപ്പോഴും ലഭിച്ചിരുന്ന വിവരങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഏതായാലും എല്ലാം കണ്ടിരുന്ന് നടിച്ചുകൊണ്ട് സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയാണ്. ഷിറിൻ കാരണവർക്ക് ജയിൽ മോചനത്തിന് വഴി തുറക്കുകയാണ്. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ആ വിവാദങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് ഷെറിന്റെ ജയിൽ മോചനം അത് സാധ്യമാക്കിയെടുക്കാൻ സർക്കാരിന് സാധിച്ചിരിക്കുന്നു. എന്തായാലും സർക്കാർ തീരുമാനത്തിന് ഗവർണറുടെ കൂടി അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഉടൻ ഷെറിൻ ജയിൽ മോചിതയാകും എന്നതാണ് സാഹചര്യം. മോഹൻ ഭാഗവതിന്റെ പ്രായപരിധി പരാമർശം ചർച്ചയാകുന്നു. 75 വയസ്സ് പിന്നിട്ടവർ വിരമിക്കണമെന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം എന്നായിരുന്നു ശിവസേന അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം. വിഷയത്തിൽ RSSന്റെ വിശദീകരണം ഇന്നുണ്ടായേക്കും. ER രാഗേഷ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ER ഗുഡ് മോർണിംഗ്. BJP ഈ വിഷയത്തോടെ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? ഈ ചർച്ച, ഈ വിവാദം അതെങ്ങനെ ചൂടുപിടിക്കുന്നു? ആര്യ, വലിയ ചർച്ചകൾക്കും വ്യാഖ്യാനങ്ങൾക്കുമൊക്കെ ഇട നൽകിയിരിക്കുകയാണ് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശം. ഇന്നലെ നാഗ്പൂരിൽ RSS സൈദ്ധാന്തികൻ പിംഗ്ലെയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മോഹൻ ഭാഗവത് ഇത്തരത്തിൽ പ്രായപരിധിയെക്കുറിച്ച് പറഞ്ഞത്. 75 വയസ്സ് പിന്നിടുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പിംഗ്ലെയുടെ വാക്കുകൾ കൂടി കടമെടുത്തുകൊണ്ടാണ് അത്തരമൊരു പരാമർശം നടത്തിയത്. കാരണം 75 വയസ്സ് നിങ്ങൾക്കായെങ്കിൽ, നിങ്ങളെ ഒരു ഷോൾ അണിയിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രായപരിധിയായി നിങ്ങൾ വഴിമാറിക്കൊടുക്കണമെന്ന് മനസ്സിലാക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതായാലും ഈ പരാമർശം വലിയ ചർച്ചകൾക്ക് ഇട നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് ആവുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ. മോഹൻ ഭാഗവതിനും ഈ വർഷം തന്നെ 75 വയസ്സ് തികയും. അപ്പോഴാണ് അത്തരമൊരു പരാമർശം മോഹൻ ഭാഗവതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് 2014 കേന്ദ്രത്തിൽ BJP വന്ന ശേഷം പ്രായപരിധി കണക്കാക്കിക്കൊണ്ട് പല നേതാക്കളെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. നജ്മ ഹെപ്തുള്ള BJP ന്യൂനപക്ഷ മുഖമായിരുന്നു, മന്ത്രിസഭയിലൊക്കെ തന്നെ അവരെ മാറ്റിയിട്ടുണ്ട്. സുമിത്ര മഹാജൻ 89 മുതൽ മധ്യപ്രദേശിലെ ഇൻഡോർ എന്നുള്ള ലോക്സഭാംഗമായിരുന്നു. 1ാം മോദി സർക്കാരിന്റെ കാലത്ത് സ്പീക്കറായിരുന്നു. സുമിത്ര മഹാജന് പിന്നീട് സീറ്റ് നൽകിയില്ല. താവർചന്ദ് ഗെലോട്ട്, ഒപ്പം തന്നെ കൽരാജ് മിശ്ര, അങ്ങനെ ഒരു പിടി നേതാക്കളെ 75 വയസ്സ് പിന്നീട് നേതാക്കളെ മാറ്റിയിട്ടുണ്ട്. കൂടാതെ മോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് BJPയുടെ പരമോന്നത ബോർഡായ പാർലമെന്ററി ബോർഡിൽ നിന്ന് LK അഡ്വാനി, ഒപ്പം തന്നെ
മുരളി മനോഹർ ജോഷി തുടങ്ങിയവരെയൊക്കെ തന്നെ മാർഗനിർദ്ദേശക മണ്ഡലാക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെ പ്രായപരിധി കണക്കാക്കിക്കൊണ്ട് പല നടപടികളും BJP ഇക്കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം മോദിയെ ലക്ഷ്യമിട്ടാണെന്ന വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകിയിട്ടുള്ളത്. ശിവസേന ഇതിനോടകം തന്നെ അത് തന്നെയാണ് മോഹൻ ഭാഗവത് സൂചിപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വിയും സമാനമായ പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ തന്നെ BJP ഈ വാദങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞാണ്. കാരണം BJPയുടെ ഭരണഘടനയിൽ എവിടെയും പ്രായപരിധിയെക്കുറിച്ച് പറയുന്നില്ല. നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരുമെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഏതായാലും ഈ വിവാദം ആയ സാഹചര്യത്തിൽ ഒരുപക്ഷെ എന്താണ് മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചെന്നൊരു വിശദീകരണം RSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. ആര്യ. യെസ്, രാകേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ രാവിലെയിൽ ഇനി സ്പെഷ്യൽ ഡേയുടെ സമയമാണ്. ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശികളായ ബിന്ദുവിന്റെയും രാധാകൃഷ്ണന്റെയും 26ാമത് വിവാഹ വാർഷികമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ബിന്ദു രാധാകൃഷ്ണനാണ്. ബിന്ദു രാധാകൃഷ്ണനുമാണ്. അപ്പോൾ ബിന്ദുവിനും രാധാകൃഷ്ണനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും. എ വെരി ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതേപോലെ തന്നെ ആഘോഷമാക്കുക. ഞങ്ങളുടെ സഹപ്രവർത്തകൻ മാത്യു അരീക്കലിന്റെയും ഗ്രേസിയുടെയും 21ാം വിവാഹ വാർഷികമാണിന്ന്. ആശംസകൾ രണ്ടുപേർക്കും, മാത്യുവിനും ഗ്രേസിക്കും ന്യൂസ് 18ന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ രണ്ടുപേരും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ഇതേപോലെ തന്നെ സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുക. കോലഞ്ചേരി കടക്കനാട് പുതുശ്ശേരിയിൽ പൗലോസിന്റെ ജന്മദിനമാണിന്ന്. എൽദോ പോൾ പുതുശ്ശേരിയുടെ പിതാവാണ്. എൽദോ പോൾ പുതുശ്ശേരി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്, പ്രേക്ഷകർക്കെല്ലാം അറിയാം. നമ്മുടെ വാർത്താ അവതാരകനാണ്, സ്പോർട്സ് എഡിറ്ററാണ്. അപ്പോൾ എൽദോ ചേട്ടന്റെ അച്ഛന് പൗലോസ് അങ്കിളിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക നവമിയുടെ 5ാം വിവാഹ വാർഷികം കൂടിയായിരുന്നു. തുടക്കത്തിൽ നമ്മൾ നവമി ലൈവിൽ വന്നപ്പോൾ വിഷ് അറിയിച്ചതാണ്. അപ്പോൾ നവമിക്കും ഹസ്ബൻഡിനും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇപ്പോൾ രാവിലെയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളാണ്. പോലീസ് പെട്രോളുമായി ടോം കുര്യാക്കോസ് ചേരും.